എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ഒരുപാട് പ്രവാചകന്മാരുടെ, ഒരുപാട് മുൻഗാമികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ഒരു ചരിത്ര പുസ്തകമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നത്? ആ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു തന്നെ അവിടുന്ന് പറയുന്നു, അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്ന, അല്ലാഹു തന്നെ പറയുന്നു ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്നു ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന്. അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. യാക്കൂബ് നബി ആരാണെന്നറിയോ? യാക്കൂബ് നബിയുടെ ക്വാളിറ്റി എന്തെന്നറിയോ? എന്തുകൊണ്ടാണ് യാക്കൂബ് നബിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പര പോലും, അവിടുത്തെ പരമ്പരകൾ പോലും വല്ലാത്ത മഹത്വമുള്ളതാണ്. പ്രവാചക പരമ്പരയാണ്, പ്രവാചക പരമ്പരയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാരാ? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പിതാവാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ പരമ്പരയിലാണ് ദാവൂദ് നബി കടന്നു വരുന്നത്. ആ പരമ്പരയിലാണ് സുലൈമാൻ നബി കടന്നു വരുന്നത്. ആ പരമ്പരയിലാണ് മറിയം ബീബി റളിയല്ലാഹു തആല കടന്നു വരുന്നത്. ആ പരമ്പരയിലാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ആ പരമ്പരയിലാണ് കടന്നു വരുന്നത്. വല്ലാത്ത ക്വാളിറ്റിയാണ്, കുടുംബപരമായിട്ട് വല്ലാത്ത ക്വാളിറ്റിയാണ്. ഈ പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരികയാണ്. ഈ പ്രവാചകനൊരു പിതാവാണ്, ഈ പ്രവാചകനൊരു പിതാവാണ്. 12 മക്കളെ വളർത്തിയ വാപ്പയാ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. 1ഉം 2ഉം മക്കളെ വളർത്തിയ വാപ്പയല്ല, 12 മക്കളുടെ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് പഠിക്കണോ? എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തിയതെന്നറിയോ? എങ്ങനെയാണ് ഈ 12 മക്കളെ വളർത്തിയതെന്നറിയോ? വളർത്തേണ്ട രീതിയിൽ വേണം മക്കളെ വളർത്താൻ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താണ് മക്കളെന്ന് പറയുന്നത്. ആ അമാനത്തിനെ കുറിച്ച് നാളെ അല്ലാഹു വിചാരണ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ആ യാക്കൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠങ്ങളുണ്ടോ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എത്രത്തോളം സൂക്ഷ്മത പുലർത്തണമെന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എങ്ങനെയാണ് ഒരു പിതാവ് എങ്ങനെയാകണമെന്നറിയോ? ഒരു പിതാവിന് എങ്ങനെയായിരിക്കണം? തന്റെ മക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് തന്റെ മക്കളെ വിളിച്ച് ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഇടയ്ക്കിടയ്ക്ക് മക്കളെ ഉപദേശിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, യാക്കൂബ് നബി തന്റെ മക്കൾക്ക് കൊടുത്ത വലിയ ഒരു ഉപദേശം എന്തെന്നറിയോ? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ
വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്ന, മക്കളെ, അല്ലാഹു തന്ന ആയുസ്സുണ്ടല്ലോ, അത് ആസ്വദിക്കാനും അടിച്ചു പൊളിക്കാനും തോന്നിവാസം കാണിക്കാറ് നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. അല്ലാഹു തന്ന ആയുസ് നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി തന്റെ 12 മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾക്കൊരു ദീനുണ്ടടാ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അല്ലാഹുവേ ഒരു മതമുണ്ട്, ഒരു ദീനുണ്ട്, ഒരു ആദർശമുണ്ട്. ആ ആദർശം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. ആ ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരാദർശമുണ്ട്, നിങ്ങൾക്കൊരാശയമുണ്ട്. ആ ദീൻ പറയുന്ന രീതിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ. അല്ലാതെ തോന്നുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ആ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിച്ചാൽ, മക്കളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള മരണം അല്ലാഹു തരികയാണ്. മുസ്ലിമായിട്ട് വേണം മരിക്കേണ്ടത്, മുസ്ലിമായിട്ട് വേണം മരിക്കേണ്ടത്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. യാക്കൂബ് നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ദീനനുസരിച്ച് വേണം ജീവിക്കാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, അത് മുറുകെ പിടിക്കണമെന്ന് യാക്കൂബ് നബി അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അവസാനം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണമെടുത്തപ്പോ ആ മരിക്കാൻ കിടക്കുന്ന യാക്കൂബ് നബി തന്റെ മക്കളെ വിളിക്കുകയാണ്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദീ. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണത്തിന്റെ വേട കടന്നു വന്നപ്പോ തന്റെ മന്നാര മക്കളെ എല്ലാവരെയും പിടിച്ചെടുത്ത് നിർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മക്കള്, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് പിതാവ് മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും പടച്ചവനെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, മക്കളെ, വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? മാ തഅബുദൂന മിൻ ബഅദീ. യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുമ്പോ മക്കൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ, ഞങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്നറിയോ? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക വ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ. പാപ്പയായ ഇബ്രാഹിം നബി ആദരിച്ച, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാധിച്ച, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആരാധിച്ച, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ആരാധിച്ച ആ പടച്ച റബ്ബിനെയാണ് ഞങ്ങളും ആരാധിക്കുന്നത്. ആ പടച്ച റബ്ബിനെയാണ് ഞങ്ങളും ആരാധിക്കുന്നത് എന്ന് പടച്ചവനെ പാരമ്പര്യമായി തലമുറകൾ കൈമാറി കൈമാറി വന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, ആ ആദർശമാണ് ഞങ്ങളും പുറകെ പിടിക്കുന്നത് എന്ന് യാക്കൂബ് നബിയുടെ മക്കള് പറയുമ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറയുന്നു, അൽഹംദുലില്ലാഹ്. അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ, അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ. അതുകൊണ്ട് വേല കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ദീനാടോ, ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ യുവതലമുറ, ഇന്നത്തെ പരിശുദ്ധമായ ദീനിന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഒരു വീടിന്റെ അകത്ത് പോലും ആദർശം പലതാടോ. വാപ്പയ്ക്കൊരാദർശമുണ്ട്, ഉമ്മയ്ക്കൊരാദർശമുണ്ട്, മക്കൾക്കൊരാദർശമുണ്ട്. ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ ഒത്തൊരുമയില്ലടോ. ഒരു വീടിന്റെ അകത്ത് പോലും ആദർശത്തിന്റെ വിഷയത്തിൽ ഒത്തൊരുമയില്ലടോ. അവിടെ ഒരു വിഷയം വരുമ്പോൾ തമ്മിൽ തല്ലാണ്. വാപ്പ പറയുന്നു തറാവീഹ് 8 മക്കള് പറയുന്നു അല്ല 20. പടച്ചവനെ ഒരു വീടിന്റെ അകത്ത് പോലും വല്ലാത്ത തർക്കമാണോ. ആദർശത്തിൽ ഉറച്ചൊരു തീരുമാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആദർശമെന്ന് പറയുന്നത് അമാന
അമാനത്താ. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തില് ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് ഉപദേശം കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ബല്ലിഗ് അന്നീ വലവായ. പടച്ചവനെ, നിങ്ങൾ കേട്ട ഈ അറിവുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കട്. പടച്ചവനെ, എങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി നിനക്ക് പടച്ചവനെ നിന്റെ കയ്യിലേക്ക് പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്ന ഈ ആദർശം നിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു തന്നിരിക്കുകയാണ്. ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. പടച്ചവനെ, ഈ ആദർശം നിന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം, നിന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കണം, നിന്റെ ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കണം. ഈ ആദർശം നീ കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കണം. പടച്ചവനെ, ഇതൊരു അമാനത്താണ്. എന്നാ ഈ അമാനത്ത് ദുരുപയോഗം ചെയ്യുന്ന കാലമാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവർക്കും വേണ്ടത് ചെറുപ്പക്കാരെയാണ്. പ്രായമുള്ളവരെ ആർക്കും വേണ്ടടോ. ഇന്നെല്ലാവരെയും ചെറുപ്പക്കാർക്കാണ് വേണ്ടത്. അവരെ എങ്ങനെയും പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. അതിൽ 72 വിഭാഗവും നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ ഒരേ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പോകും, ബാക്കി 72 വിഭാഗവും നരകത്തിൽ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, 73 വിഭാഗത്തിൽ 72 നരകത്തിൽ. 72 വിഭാഗം നരകത്തിൽ, ഒരു വിഭാഗം സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരു വിഭാഗം ആരാ? ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാ? അത് ആരാണെന്ന് ഈ 72 വിഭാഗത്തോട് ചോദിച്ചാലും ഈ 73 വിഭാഗവും പറയും, ഞങ്ങളാ പോകുന്നത്. ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ഞങ്ങളാ. എടാ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തുണ്ട്. ഒരു ദിവസം 2 വഖത്ത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ, 5 വഖത്തൊന്നുമില്ല എന്ന് പറയുന്നവനും പറയുന്നത് ഞങ്ങളാണ് ആ ഒരു വിഭാഗം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എല്ലാവരും പറയുന്നത് ഞങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, നിസ്കാരമില്ല, ദുആ ഇല്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്ത് വല്ലാത്ത വളർച്ചയാടോ ബിദ്അത്ത്. ആദർശത്തിന്റെ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു ദുരന്തമാണ് ഈ ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശം എന്ന് പറയുന്നത് ഇന്ന് എല്ലാരും പറയുന്നത് ഞങ്ങളാ ഞങ്ങളാ ഞങ്ങളാ. മരിച്ചു കഴിഞ്ഞാൽ കൊഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഓനൊന്നുമില്ല എന്ന് പറയുന്നവനും, അല്ലാഹുവേ മൗലിദുമില്ല, റാത്തീബുമില്ല, കുത്തുബിയത്തുമില്ല, അതൊക്കെ അമ്പലത്തിൽ പോകുന്നതാ നല്ലത്, ആ പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നവനും പറയുന്നത് ആ വിഭാഗം ഞങ്ങളാണെന്ന. ഒരാൾ മദീനത്ത് പോകുമ്പോൾ ഒരാൾ പറഞ്ഞതാണ്, എന്റെ ഓർമ്മ വരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ മദീനത്ത് പോകാറില്ല, മദീനത്ത് പോയി കഴിഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ ചോദിച്ചു എന്തേന്ന്. മദീനത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയില്ല, അത് എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുന്ന, അവിടുത്തെ പള്ളിയിലെ ഇമാമ് ഖബറ് പൂജിക്കുന്നവനാ, അവന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ പോകാറില്ല എന്ന്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും വേണ്ടത്, ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദർശം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഞാൻ ഇവനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാ, ഇന്ന് മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കുടുംബത്തിൽ, സുന്നിയായ കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷേ അവനൊന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ, ഒന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊന്ന് കടന്നു പോയിട്ടൊന്ന് തിരിച്ചു വന്നപ്പോ, ഇന്നലെ അവനെ വാപ്പ ചെയ്തതൊക്കെ തെറ്റായിട്ടവന് തോന്നുകയാണ്. അവിടെ 8 റക്അത്തല്ലേ തറാവീഹ്, എന്തിനാ ഇവിടെ 20 റക്അത്ത്? എല്ലാത്തിലും സംശയമാണോ? അവൻ പറയുകയാണ്, പടച്ചവനെ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആ ഇല്ല,
സ്വലാത്തില്ല, പടച്ചവനെ യഥാ മൗലിദില്ല, നബിദിനമില്ല, റാത്തീബില്ല, കുതുബിയത്തില്ല. പടച്ചവനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. മഹാന്മാര് മരിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു, പിന്നെ അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല. പടച്ചവനെ അവൻ എല്ലാ കാര്യങ്ങൾക്കും എതിരാണ്. എന്തിനാ പടച്ചവനെ റജബ് 27 വന്നാൽ, മെഹറാജിന്റെ രാബ് വന്നാൽ, ബറാഅത്തിന്റെ രാബ് വന്നാൽ, ആ നോമ്പിന്റെ വിഷയത്തിൽ പോലും അവന് തർക്കമാടോ, സംശയമാടോ? പടച്ചവനെ ഉമ്മ മരിച്ചു കഴിഞ്ഞ 3 ഇല്ല, 7 ഇല്ല, 40 ഇല്ല, ആണ്ടില്ല, പടച്ചവനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാറില്ല. ഒരുപാട് സംശയങ്ങളാടോ. ഇതുപോലെ പടച്ചവനെ മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഉസ്താദേ, ഇവൻ മാത്രം എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ മാത്രം എന്തേ ഇങ്ങനെയായി പോയത്? സങ്കടപ്പെടുന്ന ഉമ്മ. പ്രസവിച്ചു എന്ന് പറഞ്ഞു മക്കളാകൂല ഉമ്മ. എന്റെ വാപ്പയോട് പറയുകയാണ്, നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്തവനാണ്. പടച്ചവരെ വാപ്പയുടെ ആദർശത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. അവസാനം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് തന്റെ പൊന്നാര മകനുണ്ടല്ലോ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, അല്ലാഹുവേ, കനാൻ എന്ന് പറയുന്ന പൊന്നുമോൻ ജലപ്രളയത്തിൽ കിടന്നു മുങ്ങുകയാണ്. തൂഫാൻ എന്ന് പറയുന്ന വെള്ളപ്രളയത്തിൽ കിടന്ന് മുങ്ങുകയാണ്. തന്റെ പൊന്നാര മകൻ മുങ്ങു മരിക്കാൻ പോകുമ്പോ വാപ്പ വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ. ഇത് സാധാരണ മഴയോ വെള്ളപ്പൊക്കമോ അല്ല, ഇത് പടച്ച റബ്ബിന്റെ അദാബാ. ഉപ്പയുടെ ആദർശം മുറുകെ പിടിച്ച് വാപ്പാടെ കൂടെ കപ്പലിൽ കയറാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ വിളിക്കുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ അവിടെന്ന് പറയുന്നു, വാപ്പാ, ഞാൻ ആദർശത്തിലില്ല. ഞാൻ ആടെങ്കിൽ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് തന്റെ പൊന്നാര മകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം തന്റെ പൊന്നാര മകന് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങിച്ചാകുകയാണ്, വെള്ളത്തിൽ കിടന്ന് മുങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ നൂഹു റബ്ബഹു ഫഖാല റബ്ബി ഇന്നി. അല്ലാഹുവിനോട് ഈ മഹാനായ നൂഹ് നബി ചോദിക്കുകയാണ്, പടച്ച റബ്ബേ, എന്റെ അഹ്ലിനെ, എന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചവന്. ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാണ് പടച്ചവന്. ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാണ് പടച്ചവന്. മഹാനായ നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്ന മകനാണ് കനാൻ. ആ കനാൻ എന്ന് പറയുന്ന മകന് വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുമ്പോ അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം സങ്കടത്തോടെ ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി അറിയുമോ വാപ്പാ? വിട്ടേക്ക് നൂഹേ, വിട്ടേക്ക് നൂഹേ, വലൈസ മിൻ അഹ്ലി. അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ നിന്റെ ആദർശത്തിലല്ല, അവൻ നിന്റെ ആദർശത്തിലല്ല. നൂഹേ, അവനെ വിട്ടേക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ, അറിവ് പഠിക്കണം പൊന്നുമോരെ. അല്ലാഹുവേ, എവിടെ നിന്നാണ്? എടാ, ഗൂഗിളിൽ നിന്നല്ല, യൂട്യൂബിൽ നിന്നല്ല, പുസ്തകങ്ങളിൽ നിന്നല്ല, ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തം പറയുന്ന പ്രഭാഷണത്തിൽ നിന്നല്ല. പടച്ചവനെ, ഇൽമു പഠിക്കേണ്ടത് ആലിമീങ്ങളുടെ ചാരത്ത് നിന്നാ.
ഇൽമു പഠിക്കേണ്ടത് ആദർശം വേറെയായി പോയാ പറഞ്ഞിട്ട് കാര്യമില്ല. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നു, ഈ മുങ്ങിച്ചാകുന്നത് എന്റെ മോനാ അല്ലാ, എന്റെ അഹില അല്ലാ, നീ അല്ലേ പറഞ്ഞ എന്റെ കുടുംബക്കാരെ മുഴുവനും സംരക്ഷിക്കുമെന്ന്. നൂഹേ, അവനെ വിട്ടേക്ക്, അവൻ നിന്റെ ആദർശമല്ല, അവൻ നിന്റെ കുടുംബമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, സുന്നികളായിട്ട് വളർത്തണം. ആ 73 വിഭാഗത്തിൽ സ്വർഗത്തിൽ പോകുന്ന ഒരേ ഒരു വിഭാഗം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, നമ്മളൊക്കെ ആ സുന്നികളാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും, എന്ത് കളിയാക്കിയാലും, എന്ത് പറഞ്ഞാലും എന്റെ പൊന്നുമക്കളെ പറയേണ്ടവൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു മാറ്റവും ഇല്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും ആദർശത്തിൽ തല പോകേണ്ട വന്നാലും ആദർശത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ചോദിക്കും ഉസ്താദേ ഇതൊക്കെ ശരിയല്ലേ, ഇതൊക്കെ ശരിയല്ലേ? എടാ, എല്ലാത്തിനും ഇപ്പൊ പടച്ചവനെ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും കേൾക്കത്തില്ല എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എടാ പൊന്നാര ചങ്ങാതി, പിന്നെ എന്തിനാടാ പള്ളിക്കാട്ടി പോകുമ്പോ സലാം പറയുന്നേ? എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുന്നത്, ഇപ്പോഴുള്ള എല്ലാ ചെറുപ്പക്കാർക്കൊണ്ടൊരു ചോദ്യമാ, എടാ പിന്നെ എന്തിനാടാ പള്ളിക്കാട്ടി പോകുമ്പോ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാം പറയുന്നത് എന്തിനാ? അവിടെ ആരെങ്കിലും മടക്കാനുണ്ടെങ്കിലല്ലേ സലാം പറയുന്നത്? ആണോ? അല്ലേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എടാ, സലാം പറഞ്ഞാൽ മടക്കാൻ ആരെങ്കിലും വേണോ? ഈ പള്ളിക്കാട്ടി പോയിട്ട് എന്തിനാ സലാം പറയുന്നത്? പള്ളിക്കാട്ടി കിടക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ സലാം പറയുന്നേ. അപ്പൊ മരിച്ചവര് കേൾക്കൂലേ? നബിതങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ഹദീസ് ഉണ്ട്. ജനാസ ഖബറടക്കിയിട്ട് നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാ. നിങ്ങൾ ഇങ്ങനെ ഈ താടിയും തലപ്പാമ്പുള്ളവന്റെ പുറകെ നടക്കരുത്. എടാ, എന്റെ പൊന്നാര മോനെ, അറിവുള്ളവരെടുത്ത് വന്ന് വേണം മസല ചോദിക്കാൻ. എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഞങ്ങൾ 10-12 വർഷം ടച്ചിനിരുന്നിട്ട് കിതാബ് പഠിച്ചിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏതെങ്കിലും താടിയുള്ളവന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, ആലിമീങ്ങളോട് ചോദിക്കുക. ഈ ആലിമും ജാഹിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവൻ മലയാള പുസ്തകവും വായിച്ചിട്ട് വല്ലവന്റെ പ്രസംഗവും കേട്ടിട്ട് ഇവ ഇങ്ങനെ ചോദിച്ചിട്ട് നടക്കും. ഇവന് ഖുർആനിലെ ഒരു ആയത്തിന്റെ അർത്ഥം പറയാൻ അറിയാമോ? ഇവൻ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്തു വെച്ചതിന്റെ അർത്ഥം വായിച്ചു തരാൻ അറിയില്ല. എടാ, എപ്പോഴും മസാല ചോദിക്കേണ്ടത് ആരോടാ? സംശയങ്ങൾ ചോദിക്കേണ്ടത് ആലിമിനോടാ. അല്ലാതെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് അടുക്ക പോയി മസാല ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള അതിന് കഴിച്ചെടുക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കിയതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രസിഡന്റിനോടാണോ ചോദിക്കേണ്ടത്, ഖത്തീബിനോടാണോ ചോദിക്കേണ്ടത്? 99 പേരെ കൊന്ന ഒരാളുണ്ട്. 99 പേരെ കൊന്നപ്പല ഓന് നന്നാകണമെന്ന് തോന്നി. ഈ 99 പേരെ കൊന്ന ഈ മനുഷ്യൻ ഒരാളെ കണ്ടു. നോക്കുമ്പോ നല്ല താടിയൊക്കെ ഉണ്ട്. ഒരാളെ കണ്ടു, താടിയുള്ള ഒരാളെ കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്റെ പൊന്നാര ഹബീബെ, ഞാൻ 99 പേരെ കൊന്ന ഒരു മനുഷ്യനാ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ഈ മനുഷ്യൻ പറഞ്ഞു, നീയോ? 99 പേരെ കൊന്ന നീ നരകത്തിലാടാ. 99 പേരെ കൊന്ന ആളാ നീ നരകത്തിലാ, നീ ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോ പിന്നെ അയാൾ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ നീ കൂടെ പോടാന്ന് പറഞ്ഞു. ഓനെയും തട്ടി 100 തികച്ചു. 100 പേരെ കൊന്നിട്ട് നടന്നു പോകുമ്പോഴാ ഒരു ഉസ്താദ് വരുന്നു. ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചു, ഉസ്താദെ, ഞാൻ 99 100 100 പേരെ കൊന്ന മനുഷ്യനാ ഞാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, മോനെ, അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഇതാണ് ആലിമ. ഇതാണ് ആലിമ്. അറിവ് പഠിച്ചവനും അറിവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നീ 100 പേരെ കൊന്നാലും അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നീ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് കസേര ഒന്ന് മുന്നോട്ട് നീക്കി വെക്കടോ. എല്ലാവരും ഒന്ന് മകന പുറകിലുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചങ്ങ ഗേറ്റിട്ടേക്കോ ഇല്ലയപ്പ, ഒന്ന് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കണോ. ഇൻഷാ അല്ലാഹ് ഒന്ന് നിങ്ങൾ എല്ലാവരും ഈ സെന്ററിലെ വഴി അങ്ങ് അടച്ചേ. ഒന്ന് എല്ലാവരും ഒന്ന് സഹായിച്ചാൽ അൽഹംദുലില്ലാഹ്. ഒന്ന് കയറിയിരുന്നു, എല്ലാവരും ഒന്ന് കയറിയിരുന്നേപ്പോ. ഇൻഷാ അല്ലാഹ് ഈ കയറി കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കയറി. ലത്തീഫൊക്കെ എന്താ ഉണ്ടായിരിക്കണേ? കയറി. ഇൻഷാ അല്ലാഹ് ഒന്ന് അല്പം കയറിയിരുന്നേപ്പോ. എല്ലാവരും ഒന്ന് കയറിയിരുന്നു. അൽഹംദുലില്ലാഹ്.
ഇൻഷാ അല്ലാ ഒന്ന് കേറിയിരുന്ന എല്ലാരും. സഫീർ എന്താണ് പുറകെ കേൾക്കണില്ല? എല്ലാരും ഒന്ന് കേറിയിരുന്ന. അൽഹംദുലില്ലാ. കൊറോണ ഒന്നും ഇല്ലടോ, എനിക്ക് കൊറോണ ഒന്നുമില്ല. ഈ ഇന്നലെ മഞ്ഞ് കൊണ്ട് തന്നെ ചെറിയൊരു പ്രയാസമുള്ളൂ. ഒന്ന് കേറിയിരിക്കുക. അൽഹംദുലില്ലാ. നമ്മളൊക്കെ ഒത്തൊരുമയായിരിക്കേണ്ടവരല്ലേ? അൽഹംദുലില്ലാ. സമസ്തയുടെ 100ാമത് വാർഷികം കഴിഞ്ഞു. അൽഹംദുലില്ലാ. മഹാനായ ജിഫ്രി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ച് നമ്മളൊക്കെ ഒന്നാകണമെന്ന്. അൽഹംദുലില്ലാ. അള്ളാഹു സുന്നികൾക്ക് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമീൻ പറ. അള്ളാഹു ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമല്ലെങ്കിൽ നമ്മളൊക്കെ സുന്നികളല്ലേ ചങ്ങാതിമാരെ? നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരല്ലേ? ആദർശപരമായി നമുക്കൊരു വ്യത്യാസം ഇല്ലല്ലോ. എല്ലാവരും അൽഹംദുലില്ലാ നല്ലതല്ലേ? അപ്പൊ നമ്മളൊക്കെ ഒറ്റക്കെട്ടായിരിക്കേണ്ടവർ. എല്ലാവരും അടുത്തിരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മനസ്സുകൾ അടുപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 കൊല ചെയ്ത മനുഷ്യനോട് ആ അറിവ് പഠിച്ച ആലിമ പറഞ്ഞു കൊടുത്തു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഈ നാട്ടിൽ നിങ്ങൾ ഇനി താമസിക്കണ്ട, അപ്പുറത്ത് കുറച്ചു നല്ല ആൾക്കാർ താമസിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ മഹാനായ ആ മനുഷ്യരോട് ആ മഹാൻ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ ചെറുപ്പക്കാര് വല്ലാതെ പേടിക്കണം മക്കള്. ചിലരുടെയൊക്കെ പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ, ചിലരൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോ പറയുന്നത് നല്ലതാണെന്ന് തോന്നുകയാ. പെട്ടെന്ന് ചിലരുടെ പ്രഭാഷണമൊക്കെ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്വാധീനിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഈ പറയുന്നവരുടെ കൂടെ നടക്കുന്നതിൽ ആലിമീങ്ങളുണ്ട്, തങ്ങന്മാരുണ്ടെന്ന്. എടാ പൊന്നാര ചങ്ങാതിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളും ആലിമൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാരും ചോദിക്കുന്ന, ഉസ്താദെ അവിടെയും തങ്ങന്മാരില്ലേ, അവിടെയും ആലിമീങ്ങളില്ലേ, അവിടെയും ഹാജിയാക്കന്മാരില്ലേ എന്ന് പറയുന്നവരുണ്ട്. എടാ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായി നബിയിനാ റസൂലുള്ളാഹി. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? നിങ്ങൾ പറ, ആരാ? കേട്ടില്ല, ഉറക്കം പറ. ഉസ്താദന്മാര് പറ. ഒരു പറയാനുള്ള അസൂയ ഉണ്ടോ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? ഉറക്കം പറ. ഉസ്താദന്മാര് ഉറക്കം പറയടോ. ഏറ്റവും നല്ല മനുഷ്യനാരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? ഏറ്റവും തലതിരിഞ്ഞതാരാ? അത് ഉസ്താദ് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, അത് മനസ്സിലാക്കേണ്ടത്. നീ വിചാരിക്കും ഒരു പച്ച ഷാളിട്ട് കഴിഞ്ഞാൽ തങ്ങളാവോ? മനസ്സിലാക്കേണ്ടത് എവിടെയാ? തഴമ്പുണ്ടെന്നോ താടിയുണ്ടെന്നോ പറഞ്ഞിട്ടൊന്നുമില്ല. ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ. അതുകൊണ്ടാ പേടിക്കേണ്ടത്. കട ഉദ്ഘാടനം ചെയ്യാൻ ആരെ വിളിക്കും? ഉസ്താദിനെ വിളിക്കും. വീട് പാലുകാച്ചാൻ ആരെ വിളിക്കും? ഉസ്താദിനെ വിളിക്കും. എന്ത് കാര്യം ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും എല്ലാ ഉസ്താദന്മാരെയല്ലേ വിളിക്കുന്നത്? അങ്ങനല്ലേ വിളിക്കണേ? ആണോ? അല്ലേ? നരകത്തെ കത്തിക്കാൻ വേണ്ടി, അള്ളാഹു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്ന വ്യക്തികളിൽ ആദ്യത്തെ വ്യക്തി അതും ഉസ്താദ് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകം കത്തിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ആരുടെ ശരീരം വെച്ചിട്ടാ? അതും ആലിമാടോ. അതുകൊണ്ട് താടിയും തഴമ്പും കണ്ട് വീണു പോകണ്ട. അതുകൊണ്ട് പെത്തി കൊണ്ടിട്ട് പായി കൊണ്ടിട്ട് 4 ഒരേ വരച്ച തഴമ്പൊക്കെ വരും. അതിലൊന്നും കാര്യമില്ല. അതൊന്നും നോക്കിയിട്ട് വീഴണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ പറയുകയാ, ആദർശമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അത് കഴിഞ്ഞ ഖുലഫാഉർ റാഷിദീന സ്വഹാബത്ത്, പടച്ചവനെ സ്വഹാബത്ത് കഴിഞ്ഞു, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, പടച്ചവനെ പാരമ്പര്യമായി ഇങ്ങനെ കടന്നു വരികയാണ്. 4 മദ്ഹബുകളുണ്ട്. ആ മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനെ നീ അംഗീകരിക്കണം ചെറുപ്പക്കാരാ. അല്ലാതെ കൊരങ്ങൻ ചാടുന്നത് പോലെ 4ലും ചാടിയിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ ചെറുപ്പക്കാരാ. നിന്നെ ഉപദേശിക്കാൻ വരുന്നവനോട് നീ ചോദിക്കണം. ചിലരൊക്കെ നിന്നെ പഠിപ്പിക്കാൻ വരുമല്ലോ. ആ പഠിപ്പിക്കാൻ വരുന്നവനോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചാ മതി. നിന്നെ ഉപദേശിക്കാൻ വരുന്നവനോട് നീ ആദ്യം ചോദിക്കണം, നീ ഹനഫിയാണോ, നീ ഷാഫിയാണോ, നീ ഹംബലിയാണോ, നീ മാലിക്കിയാണോ? ഇതിലേതെങ്കിലും ഒരെണ്ണമാണെന്ന് നീ സമ്മതിക്ക്. പിന്നെ നീ എന്നെ ഉപദേശിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ 4 മദ്ഹബ് അംഗീകരിക്കണമല്ലോ. ഈ 4 മദ്ഹബിൽ നീ ഏത് മദ്ഹബിനെയാണ് ആദ്യം നീ അംഗീകരിക്കുന്നത്? ഏത് മദ്ഹബാ ആദ്യം ചോദിച്ചാൽ മതി. 8 ആണോ 10 ആണോ പിന്നെ നമുക്ക് നോക്കാം. കേക്കുവോ കേക്കില്ലേ നമുക്ക് പിന്നെ നോക്കാം. ഓതണോ ഓതണ്ടേ അത് പിന്നെ നമുക്ക് നോക്കാം. നീ ഈ 4 മദ്ഹബിൽ
ഏത് മദ്ഹബിനെയാണ് നീ ആദ്യം അംഗീകരിക്കുന്നത്? ഇത് ചോദിച്ചാൽ മതി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടൂല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ നമ്മൾ ചിന്തിക്കേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കുവാനോ ഒന്നും വേണ്ടതോ. നമ്മുടെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാ. അള്ളാഹു നമ്മുടെ സമയം, അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ പറയുന്നവരോട് സംസാരിക്കാൻ പോലും നമ്മൾ തയ്യാറാകരുത്. അവരവരെ വഴിക്ക് വിട്ടേക്കടലൊക്കെ ദീനക്കും വലിയ അവർക്ക് അവരവരുടെ മതം വിട്ടേരെ. നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചതയാൻ പോകുന്നേ? മൈക്ക് കിട്ടിയിട്ട് പ്രസംഗിക്കുന്ന എന്തിനാ? നമ്മൾ ആരുടെ കാര്യം നോക്കണം? നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. എല്ലാരും ഇങ്ങനെ നമ്മൾ നമ്മുടെ വിഷയങ്ങൾ നോക്കി നിൽക്കുക. നമുക്ക് മറ്റുള്ളവന്റെ അടുക്ക സംസാരിക്കാൻ സമയമില്ല. എന്തിനാ വെറുതെ സംസാരിച്ച് സമയം കളയുന്നേ? അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കഥ പറഞ്ഞു തരട്ടെ. ആദർശത്തിന്റെ വിഷയമായതുകൊണ്ടാണോ? ഒരു കഥ പറഞ്ഞു തരട്ടെ. എന്താ കഥയെന്നറിയോ? കഴുതയും കടുവയും തമ്മിൽ ഒരു വിഷയത്തിൽ വല്ലാത്ത തർക്കം. കഴുതയും കടുവയും തമ്മിൽ വല്ലാത്ത ഒരു തർക്കം. എന്താ തർക്കം? എന്താ? ഈ പുല്ലിന്റെ നിറം എന്താ? എടോ, പുല്ലിന്റെ നിറം എന്താ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? സ്വർണത്തിന്റെ വില എന്താന്നല്ല ചോദിച്ചേ. പുല്ലിന്റെ നിറം എന്താ? പച്ച. കഴുത പറയുന്നു പച്ചയല്ല, മഞ്ഞയാണെന്ന്. കടുവ പറഞ്ഞു, എടാ പുല്ലിന്റെ നിറം പച്ചയാ. കഴുത പറയുന്നു പുല്ലിന്റെ നിറം പച്ചയല്ല, മഞ്ഞയാണെന്ന്. ഈ കഴുതയോട് എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ലടോ. ഈ കഴുതയോട് ബഹുമാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇരിക്കട്ടെ. അഹ്ലു ബൈത്തിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് വായി തോന്നുന്നതൊക്കെ എഴുതി വിടുന്ന മക്കളൊക്കെ സൂക്ഷിക്കണം കേട്ടാ. അൽഹംദുലില്ലാഹ്. വെള്ളം കണ്ടാ തയമം മുറിയുമെന്ന ദുആ ചെയ്യാനുള്ള തങ്ങൾ വന്നു. വെള്ളം കണ്ടാ തയമം മുറിയില്ല. എന്തായാലും കുറച്ചു നേരം തങ്ങൾ ഇരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുത പറയുന്നു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. കടുവ പറഞ്ഞു പച്ച. എത്ര പറഞ്ഞിട്ട് ഈ കഴുത കേൾക്കണില്ല. അവസാനം കടുവയ്ക്ക് ദേഷ്യം വന്നു. കഴുതയ്ക്ക് കൊടുത്തു 3-4 പടലിക്ക്. കഴുതയെ കടുവ തല്ലി. അവസാനം കഴുത കരഞ്ഞുകൊണ്ട് സിംഹരാജാവിന്റെ മുമ്പിലേക്ക് ചെന്നു. കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, കഴുത കരഞ്ഞോണ്ട് പറഞ്ഞു, ഈ കടുവ എന്നെ തല്ലിയെന്ന്. അപ്പൊ ചോദിച്ചു, എന്താ വിഷയമെന്ന്. അപ്പൊ കടുവ പറഞ്ഞു, എന്റെ പൊന്നാര രാജാവേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഈ കഴുത പറയാ മഞ്ഞയാണെന്ന്. ഇവനെ എത്ര പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. ഞാൻ അതുകൊണ്ടാ തല്ലിയെ. അങ്ങനെ രണ്ടുപേരും പറയാനുള്ള കാര്യമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാജാവിന്റെ വിധി വന്നു, കടുവയ്ക്ക് 10 തല്ല് കൊടുക്കാൻ. അപ്പൊ കടുവ രാജാവിനോട് ചോദിച്ചു, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഇവനെയല്ലേ തല്ലണ്ടേ, എന്നെ എന്തിനാ തല്ലണേന്ന്. കടുവ ചോദിച്ചു രാജാവിനോട്, കഴുതയെ തല്ലണ്ടതിന് പകരം എന്നെ എന്തിനാ തല്ലുന്നേ? ആ സമയത്ത് സിംഹരാജാവ് പറഞ്ഞു, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ കഴുത മഞ്ഞയാന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇവന്റെ അടുത്ത് സംസാരിച്ചേ? നീ എന്തിനാ ഇവന്റെ അടുക്ക സംസാരിക്കാൻ പോയെ? നിന്റെ വിലപ്പെട്ട സമയം നീ എന്തിനാ പാഴാക്കിയ? അതുകൊണ്ടാണ് നിനക്ക് 10 തല്ല്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തിരിയേണ്ടവൻ ഇതിനകത്ത് പലതും തിരിയും, മനസ്സിലാക്കേണ്ടവന് പലതും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാരമ്പര്യമായി കൈമാറി വന്ന അമാനത്ത് എന്ന് പറയുന്ന ആദർശമുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക്, പഠിപ്പിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ തലതിരിഞ്ഞു പോകും സഹോദരാ. അവസാനം പടച്ചവനെ നിനക്കൊരു ദുആ ഇല്ല, ഒന്നുമില്ല. പള്ളിക്കാട്ടിലെ പറമ്പിനകത്ത് കൊണ്ടുപോയി നിന്നെ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളാവുകയോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒന്ന് ദീനായിരുന്നു, അവിടെ ആദർശമായിരുന്നു. അവിടെ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിച്ചവനെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് പഠിക്കേണ്ട പാഠമെന്താ? ഒരു വാപ്പ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 11ാമത്തെ മകനാണ് യൂസുഫ്. പഠിച്ചവനെ ആദ്യത്തെ വിവാഹത്തിൽ 10 മക്കളുണ്ട്. രണ്ടാമത്തെ ഭാര്യയിലാണ് പഠിച്ചവനെ യൂസുഫ് നബി ഉള്ളത്. ആ 11ാമത്തെ മകനുണ്ടല്ലോ,
ചെറിയ പയ്യനാണ് യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് നേരം വെളുത്ത് കഴിഞ്ഞപ്പോ വാപ്പാടെ ചാരത്ത് കടന്നു പോവുകയാ. എന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന മകന് വാപ്പയോട് പറയുകയാ, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബത്തി ഇന്നി റഅയ്തു 11 കൗകബൻ والشمس والقمر رأيتهم لي ساجدين. ആ 11ാമത്തെ മകൻ ഒരു ദിവസം നേരം വെളുത്തപ്പോ വാപ്പാടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, വാപ്പാ എനിക്കൊരു കഥ പറയാനുണ്ട് വാപ്പാ, എനിക്ക് എന്റെ ഉപ്പയോടൊരു കാര്യം പറയണം. യാക്കൂബ് എന്ന് പറയുന്ന തിരക്കുള്ള പാപ്പയുണ്ടല്ലോ, പൊന്നാര മകനോട് ചോദിക്കുന്നു, എന്തേ മോനെ പറയാനുള്ളത്? ഉപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. എന്റെ പ്രിയപ്പെട്ടവര്, മക്കളെ കെയർ ചെയ്യാൻ പഠിക്കണം വാപ്പമാര്. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകനാണ്, ഒരു ഉമ്മത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട പ്രവാചകനാണ്. മുകളിൽ 10 മക്കളുണ്ട്. ഒരുപാട് തിരക്കുകൾ പിടിച്ച യാക്കൂബ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ മകന് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നമാണ് വാപ്പയോട് പറയുന്നത്. വാപ്പയ്ക്കത് കേൾക്കാൻ സമയമുണ്ടായിരുന്നോ? തന്റെ പൊന്നാര മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് യാക്കൂബ് നബി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോൻ കണ്ട സ്വപ്നം എന്താ? വാപ്പാ, സൂര്യനും ചന്ദ്രനുമല്ല, എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ യാക്കൂബ് നബി ഇരുന്ന് ചിരിക്കുകയോ. കാമന്നിരിക്കുന്ന മക്കളുള്ള വാപ്പമാരേ, മക്കളോട് സ്നേഹമുണ്ടാകണം ബാപ്പാ, മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ബാപ്പാ. ഇന്ന് ജീവിക്കുന്ന ഉപ്പമാർക്ക് തിരക്കാടോ. മക്കളുടെ ഏറ്റവും വലിയ പരാതി തിന്നാൻ കിട്ടുന്നെന്നല്ല, അവർക്ക് ധരിക്കാനില്ലെന്നല്ല. എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല. സ്വന്തം മക്കളെ കാണുമ്പോ ഹിറ്റ്ലറിനെ പോലെ പെരുമാറുന്ന വാപ്പമാരുണ്ടോ. ആൺകുട്ടികളോട് സംസാരിക്കാറില്ല. സംസാരിക്കണം ബാപ്പാ. മക്കള് വഴിപിഴച്ചു പോകാനുള്ള കാരണം നീയാ ബാപ്പാ. മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്റെ മക്കള് പോയി പെടാനുള്ള കാരണം അതാണ്. നിനക്ക് സമയമില്ല മക്കള് പറയുന്നത് കേൾക്കാൻ, മക്കളുടെ പ്രയാസം എന്താണെന്ന് കേൾക്കാൻ. പ്രായപൂർത്തിയായ മകന്റെ തോളിലൊന്ന് കൈയിട്ടിട്ട്, നിന്നെക്കാലും വളർന്നില്ലേ ബാപ്പാ, അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട്, എന്തേടാ മോനെ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, എന്റെ മോന്റെ പ്രശ്നം എന്താണ്, എന്റെ മോന്റെ സങ്കടം എന്താണ്, ഒരു വാക്കു മതിയടോ, ഒരു ചോദ്യം മതിയടോ. അവന്റെ മനസ്സൊന്ന് തണുക്കാറ്. അല്ലാഹുവേ, ഇന്ന് സ്നേഹിക്കാൻ സമയമില്ല. എല്ലാവരും ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചലിലാണ്. ഉപ്പയ്ക്ക് തന്നെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. അവനെ കണ്ടാ ചിരിക്കൂല, അവനോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാറില്ല, സുഖവിവരങ്ങൾ അന്വേഷിക്കാനില്ല, അവന്റെ സങ്കടങ്ങൾ കേൾക്കാൻ സമയമില്ല. 12 മക്കളുടെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. എന്നിട്ടും തന്റെ മകൻ പറയുന്നത് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ ചേർത്ത് പിടിക്കണേ വാപ്പമാരെ, മക്കളുടെ സങ്കടങ്ങൾ അറിയണേ വാപ്പമാരെ. യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നു. മക്കളുമായിട്ട് വല്ലാത്ത ബന്ധമായിരുന്നു. തന്റെ പൊന്നാര മകൻ വന്നിട്ട് വാപ്പയോട് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞുകൊടുത്ത മറുപടി എന്താ? പഠിക്കണേ വാപ്പാ, പഠിക്കണേ പെങ്ങള്. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ, നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന കാലമാണല്ലോ.
പടച്ചവനെ, എനിക്ക് മംഗലാപുരത്ത് ഷോപ്പുണ്ട്, ബാംഗ്ലൂരിൽ ഷോപ്പുണ്ട്, ദുബൈയിൽ ഷോപ്പുണ്ട്, ഓരോ മാസവും ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന വാപ്പാ, യാക്കൂബ് നബിയുടെ പൊന്നാര മകനായ യൂസുഫ് പാതിരാത്രിയിൽ കണ്ട ഒരു സ്വപ്നം പറഞ്ഞപ്പോ വാപ്പയ്ക്ക് മനസ്സിലായി തന്റെ മകൻ സാധാരണ ഒരു മകനല്ലെന്ന്. യാക്കൂബ് നബി കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യം അറിയണം സഹോദരാ. എന്തിനാണോ എല്ലാവരോടും പറയുന്നത്? എന്തിനാണ്? നിനക്ക് അല്ലാഹു തന്ന നിഅമത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? യാക്കൂബ് നബി തന്റെ മകനോട് പറയുകയാണ്, നാട്ടുകാരോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്, കൂട്ടുകാരോട് പറയരുത്, അയൽവാസികളോട് പറയരുത് എന്നല്ല പറഞ്ഞത്, എന്നല്ല പറഞ്ഞത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ ഇക്കാമാരോട് പറയല്ലേ, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പോലും പറയല്ലേ. പടച്ചവനെ, യാക്കൂബ് നബി പറഞ്ഞു കൊടുത്ത കാര്യമാണ്. കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പാടില്ല, നീ നിന്റെ കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പാടില്ല. ഏ സഹോദരാ, നീ നന്നാകുന്നത് നിന്റെ കൂടപ്പിറപ്പിന് ഇഷ്ടമല്ലടാ. നീ തകരാറ്, നീ കൊത്തുവാളയെടുക്കാൻ, നീ യതീഖാനയിലാകാൻ പടച്ചവനെ സിഹ്ർ ചെയ്തത് കൂടപ്പിറപ്പാടോ? അല്ലാഹുവേ, ഞാൻ ഏർവാടിയിൽ പോയപ്പോ ഒരു സഹോദരൻ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് 8 കൊല്ലമായി ഉസ്താദ്, എല്ലാം പോയി ഉസ്താദ്, വല്ലാത്ത സങ്കടത്തിലാണ്. ഞാൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഏറ്റവും വലിയ സങ്കടം 8 കൊല്ലമായി നരകിക്കുന്നതിലല്ല, ഇത് ചെയ്തതാരാണെന്നറിഞ്ഞപ്പോഴാണ്, ഇത് ചെയ്തതാരാണെന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എന്റെ സഹോദരനാ ഉസ്താദ് ഇത് ചെയ്തത്. സങ്കടത്തോടെ പറയുമ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. യൂസുഫ് എന്ന് പറയുന്ന മകനോട് വാപ്പ പറഞ്ഞു കൊടുത്തത് നാട്ടുകാരോട് പറയരുതെന്നല്ല, നിന്റെ ഇക്കാമാരോട് പോലും നീ ഇത് പറയണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാണെങ്കിൽ നിനക്ക് എവിടെയൊക്കെ ബിസിനസ് ഉണ്ട്, എവിടെ നിന്ന് എത്രയൊക്കെ കിട്ടാനുണ്ട്, ഇനി ചോദിക്കാനൊന്നുമില്ല. പത്രത്തിൽ കൊടുത്തതുപോലെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഈ റോഡിലൊക്കെ പഠിക്കുമെന്ന് എല്ലാം അറിയാം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് മക്കൾ, കൂടപ്പിറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കാൻ പാടില്ല. കാരണം എപ്പോഴാണ് ഇബ്ലീസ് കയറണമെന്നറിയില്ല, എപ്പോഴാണ് ഇബ്ലീസ് കയറണമെന്നറിയില്ല. അവന് നല്ലതുണ്ടാകുമ്പോ പടച്ചവന് നമുക്ക് സഹിക്കൂല. ഒരാളോട് മാത്രം, ഒരു മകനോട് മാത്രം സ്നേഹം, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, പടച്ചവനെ, ഇന്നെല്ലാവരും വേർതിരിവിന്റെ കാലമാടോ, വേർതിരിവിന്റെ കാലമാടോ. ഒരാളോട് വല്ലാത്ത സ്നേഹമാണ്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. അവനോട് മാത്രം സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് സ്നേഹം ഇളയ മകനോടാ. ഏറ്റവും കൂടുതൽ വീട്ടില് സ്നേഹത്തിന്റെ വിഷയത്തിൽ പോലും വേർതിരിവ ഏറ്റവും ചെറിയ മകനോടായിരിക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ വീട്ടിൽ എന്റെ ഉമ്മായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. കാരണം ഞാൻ ഏറ്റവും ചെറിയ ആളായതുകൊണ്ട്. ഇവിടെ എന്ന് സത്യത്തിൽ സ്നേഹിക്കേണ്ടത് ഇളയ ആളെയല്ല, ഏറ്റവും ഒന്നാമത്തെ മകനെയാണ്, ഏറ്റവും മൂത്ത മകനെ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, മാതാപിതാക്കൾക്ക് അവരോടൊരു സ്നേഹക്കുറവാ, വളർന്നുകൊണ്ടതാണെന്നറിയില്ല. എടോ, മനസ്സിലാക്കേണ്ടത് എന്താ? ഏറ്റവും കൂടുതൽ സത്യത്തിൽ സ്നേഹിക്കേണ്ടത് ഒന്നാമത്തെ കുട്ടിയാ. കാരണം നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ കല്യാണം കഴിഞ്ഞു, മക്കളില്ല, ദുആ ചെയ്തിട്ട് ആദ്യമായിട്ട് കിട്ടിയ കൺമണി ഒന്നാലോചിച്ച് നോക്കി. ആദ്യമായിട്ട് അല്ലാഹു തന്ന പൊന്നുമോൻ അല്ലെങ്കിൽ പൊന്നുമോൾ, നമ്മൾ ഇത്തിരി അമിത സ്നേഹം കൊടുത്ത് അവരെ വളർത്തി. ആദ്യമായിട്ട് കിട്ടിയതായതുകൊണ്ട് അതിനോട് വല്ലാത്ത സ്നേഹമാണ്.
ആ അമിത സ്നേഹം കൊടുത്ത് വളർത്തിയിട്ട് രണ്ടാമതൊന്ന് വന്നപ്പോ അത് കുറഞ്ഞു പോകുമ്പോ ആ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ മക്കളെ എത്രത്തോളം അത് അവരുടെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിൽ സ്നേഹത്തിന്റെ വിഷയത്തിലും ഒരു വിഷയത്തിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിലെ സഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു മകൻ ഓടി വരികയാണ്, ഒരു ചെറിയ കുഞ്ഞോടി വരികയാണ്. വാപ്പാടെ ചാരത്തേക്ക് ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനൊരു ചുംബനം കൊടുത്തിട്ട് ആ വാപ്പ പിടിച്ചു മടിയിലിരുത്തുകയാണ്. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. ആ കുഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ അതേ മനുഷ്യന്റെ മകൾ ഓടി വരികയാണ്, ഒരു പെൺകുട്ടി ഓടി വരികയാണ്. ആ പൊന്നുപോള് വാപ്പയുടെ ചാരത്ത് വന്നപ്പോ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകൾക്കൊരു ചുംബനം കൊടുത്തു. ആ കുഞ്ഞിനെ പിടിച്ച് താഴെ ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കാഴ്ച കണ്ടപ്പോ അവിടെന്ന് പറഞ്ഞു, നീ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്താ നീതിയാ നബിയേ, എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ മോനെ മടിയിലിരുത്തി, നിന്റെ മോളെ താഴെ ഇരുത്തി. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പഠിച്ചവനെ ചിന്തിക്കേണ്ടത് അവിടെയാണ്. മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. അത് വല്ലാത്ത വൈരാഗ്യമുണ്ടാക്കുമടോ, വലിയ നാശങ്ങളിലേക്ക് എത്തിക്കുമടോ. വാപ്പമാരെ, ഒരാളോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ അവനിത്തിരി ജാഗ കൂടുതൽ കൊടുക്കുകയാണ്. അവൻ പാവപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം കൂടുതൽ കൊടുക്കുന്ന മാതാപിതാക്കള് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവൻ ഇൽമു പഠിക്കുന്നവനാ. നുഅ്മാൻ മുതഅല്ലിമാ, എപ്പോഴും ഇൽമു പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരനാണ് നുഅ്മാൻ. യാ റസൂലല്ലാഹ്, അവൻ ഇൽമു പഠിക്കുന്ന മകനല്ലേ നബിയേ, അതുകൊണ്ട് എന്റെ ജാഗ ഞാൻ അവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നബിയേ, അവൻ എഴുതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ബസീർ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ഏ ബസീറേ, പ്രായമാകുമ്പോ നുഅ്മാൻ മാത്രം മതിയോ ബസീറേ? നീ മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കാറ്, നിന്റെ മയ്യത്ത് ചുമക്കാറ് നുഅ്മാൻ മാത്രം വന്നാ മതിയോ ബസീറേ? അത് ശരിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ വാപ്പാ, ഇന്നത്തെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഒരു ദുസ്വഭാവം എന്തെന്നറിയോ? ഇവന്മാര് തമ്മിലടിക്കുകയാണ്. ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന മക്കള് പരസ്പരം തമ്മിൽ തല്ലുകയാണ്. എന്തേ അതിന്റെ കാരണമെന്നറിയോ? മക്കൾക്ക് പരസ്പരം വൈരാഗ്യമുണ്ടാകാനുള്ള കാരണമെന്തെന്നറിയോ? ഉമ്മ മകനോട് പറയുകയാ, അവനെ കണ്ടുപഠിക്കടാ. വാപ്പ പറയുകയാണ്, ജ്യേഷ്ഠനോട് പറയുന്നു അനുജനെ കണ്ടുപഠിക്കാറ്, അനുജനോട് പറയുന്നു ഇക്കാനെ കണ്ടുപഠിക്കണോ. അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയായി, നല്ല സാലറിയായി. നീ ഇങ്ങനെ മന്ദബുദ്ധിയെ പോലെ നടക്കുകയാ. എപ്പോ നോക്കിയാലും വാപ്പ പറയുന്നത് അവനെ കണ്ടുപഠിക്ക്, അവളെ കണ്ടുപഠിക്ക്, അയൽവാസിയുടെ മകളെ കണ്ടുപഠിക്ക്. ഇതാണോ കൊലപാതകം വരെ എത്തിക്കുന്നത്? ഇതാണോ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്?
ഒരിക്കലും മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം അങ്ങനെ പറയാൻ പാടില്ല. പടച്ചവനെ നൂഹ് നബിയായ യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട, നീ അവരോട് പോയിട്ട് ഇത് പറയണ്ട. കാരണം പടച്ചവനെ അവർക്ക് നിന്നോട് ദേഷ്യമുണ്ടാകാൻ അത് കാരണമാവുകയാ. ഇത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. പക്ഷേ യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു, യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഇത് കണ്ടപ്പോ എല്ലാ മക്കളും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. ഒരാളല്ലടോ, ബാക്കി 11 ഒരുമിച്ച് കൂടിയടോ. പഠിച്ചവരെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. യാക്കൂബ് നബിയുടെ 10 മക്കളും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇവനൊറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പ നമ്മളെ സ്നേഹിക്കാത്തത്. ഇവനെ ഇനി വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് അകറ്റണം. പടച്ചവനെ എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയാണ്. വാപ്പയുടെ അടുക്കൽ വന്നിട്ട് അനുജനെ കളിക്കാൻ വിളിച്ചു കൊണ്ടുപോകാൻ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ സമ്മതിച്ചില്ല. മക്കള് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ അനുജനല്ലേ, നോക്കിക്കൊള്ളാമപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ചരിത്രം പഠിച്ചവരാണല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. അവര് കൊല്ലാൻ തയ്യാറായടോ, അവര് കൊല്ലാൻ തയ്യാറായടോ. വാപ്പയുടെ സ്നേഹം കിട്ടാതെ വന്നപ്പോ, വാപ്പാടെ പരിഗണന കിട്ടാതെ വന്നപ്പോ അവരെല്ലാവരും കൂടെ പിറപ്പിനെ കൊല്ലാൻ തയ്യാറായി. ഇതാണ് പറയുന്നത്, വേർതിരിവ് കാണിക്കരുത്. സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മക്കൾ വല്ലാതെ ചിന്തിക്കുന്നവരാണ്. അവര് കൊണ്ടുപോയി യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞടോ. അവസാനം പാറക്കല്ലെടുത്ത് തലയിലിട്ട് കൊല്ലാറ് അതിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ അനക്കമില്ല, മരിച്ചു കാണുമെന്നുള്ള ധാരണ കാരണം പടച്ചവനെ കല്ലിട്ടില്ല എന്ന് ചരിത്രം പറയുകയാണ്. പഠിക്കേണ്ട 3ാമത്തെ പാഠമെന്താ? ഒരുപാട് തന്ത്രങ്ങൾ മെനയുകയാണ്, കഥകൾ മെനയുകയാണ്. എന്നിട്ട് പടച്ചവരെ ആടിന്റെ രക്തമതാ കുഞ്ഞിന്റെ ഉടുപ്പിൽ തേക്കുകയാണ്. ഇതുമായിട്ടവര് കടന്നു വരികയാണ്. എപ്പോഴാണ് കടന്നു വന്നതെന്നറിയോ? വജാഉ അബാഹും ഇശാഅൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയോ, ഇവര് വരുന്നത് പാതിരാത്രിയിലോ. അവര് രാത്രിയിലാണ് വീട്ടിലേക്ക് കയറി വന്നത്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരോ, ഉപ്പമാരോട് പറയുന്നു, രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ, രാത്രിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. രാത്രിയുടെ പ്രത്യേകത എന്താ? തെറ്റു ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയമാ. ഏതൊരു മനുഷ്യന്റെയും മനസ്സ് മാറുമടോ. തെറ്റുകൾ ചെയ്യാനും മനസ്സുണ്ടാകുന്ന ഒരു സമയം രാത്രിയിലാണ്. രാത്രിയായ ആ സ്വഭാവം മാറുകയാണ്. പകല് മുഴുവനും മാന്യനാണ്, പകല് മുഴുവനും മാന്യനാണ്. രാത്രിയായി കഴിഞ്ഞ അവന്റെ സ്വഭാവം മാറുകയാ. നിങ്ങളും നായ കാണാറുണ്ടല്ലോ. അല്ലാഹുവേ, വഴിയോരത്തും കടത്തിണ്ണയിലും നായ കിടക്കുകയാണ്. പകലതിന്റെ ചാരത്തുകൂടെ കടന്നു പോയാൽ അത് അനങ്ങുക പോലുമില്ല, ശാന്തമായി കിടക്കുകയാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞ ബൈക്കിന്റെ പുറകെ ഓടുകയാ, കാറിന്റെ പുറകെ ഓടുകയാ. ഒരാളെപ്പോലും പടച്ചവനെ നടക്കാൻ സമ്മതിക്കൂല. കയ്യിൽ കിട്ടുന്നത് കടിച്ചു കീറുകയാണ്. രാത്രിയുടെ പ്രത്യേകത അതാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലാ തുർസിലൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, വൈകുന്നേരമായ നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വൈകുന്നേരമായാൽ
മഗ്രിബിന്റെ സമയമായാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായാൽ നിങ്ങളെ മക്കളെ പുറത്തുവിടല്ല്, നിങ്ങളെ മക്കളെ പുറത്തുവിടല്ല്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാ പെണ്ണുങ്ങളെയും പുറത്തുവിടാൻ പാടില്ല. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, ഇന്നെല്ലാവരും പകല് ഉറക്കമാടോ, വൈകുന്നേരമായ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാ. അമ്മയും മക്കളും അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മഗ്രിബിന്റെ സമയമായ പിന്നെ രാത്രി മുഴുവനും കറങ്ങി നടക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലടോ. എന്റെ പ്രിയപ്പെട്ടവര്, 18ഉം 20ഉം വയസ്സുള്ള മക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എവിടെ പോയാലും ഏത് കടയിൽ പോയാലും, ഈ അടുത്ത് മംഗലാപുരത്ത് ഞാനൊരു കടയിൽ ചെല്ലുമ്പോ 2:45 3 മണിയായി. സഹോദരാ, വാപ്പാ നീ അറിയണം വാപ്പാ, പടച്ചവനെ 2 മണി കഴിഞ്ഞ് 3 മണി സമയമായി. ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോ 25 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരല്ലാതെ ഒരാള് പോലുമില്ല. 18ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാ, തമാശ പറയുകയാ. എന്തൊക്കെയാടോ അല്ലാഹുവേ, പ്രായമുള്ള ഒരാളെ പോലും കാണാനില്ല. എല്ലാവരും പർദ്ദയിട്ടവളുണ്ട്, ഹിജാബ് ഇട്ടവളുണ്ട്. അധികവും മുസ്ലിം പെണ്ണുങ്ങളാണോ, മുസ്ലിം ചെറുപ്പക്കാരാണോ? എന്തേ സഹോദരാ, പടച്ചവനെ, മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല, അടിച്ചു വിട്ടിരിക്കുകയാണ്. ഉമ്മയ്ക്ക് ഉറങ്ങിയാ മതിയല്ലോ. രാത്രി 1 മണിക്കും 2 മണിക്കും മകൻ വന്ന് വിളിക്കുമ്പോ ഉറക്കം ശരിയാകുന്നില്ല. ഉമ്മ താക്കോല് കൊടുത്തിരിക്കുകയാ, ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, താക്കോല് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നെ വിളിക്കണ്ടടാ മോനെ. ഉമ്മ താക്കോല് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ തോന്നുമ്പോ വന്ന് കിടന്നുറങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്തെന്നറിയോ? നേരത്തെ ഭക്ഷണം കഴിക്കട്, നേരത്തെ ഉറങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ഈ പ്രായമുള്ളവര് ചിന്തിച്ചു നോക്കണോ. അല്ലാഹുവേ, 10 മണിയായ വീടിനകത്ത് കയറിയില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാ. ഒന്ന് പുറത്തിറങ്ങുന്നത് റമദാൻ മാസമാകുമ്പോഴോ, അല്ലെങ്കിൽ നബിദിനമോ വഅദോ കടന്നു വരുമ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി രാത്രി നടക്കാൻ സമയം കിട്ടുന്നത്. പേടിയായിരുന്നടോ, പേടിയായിരുന്നടോ. അല്ലാഹുവേ, ഇന്നങ്ങനെയല്ല, സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് പണമുണ്ടല്ലോ. മക്കളും ചെറുപ്പക്കാരും ഇങ്ങനെ നടക്കുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുകയാണ്. ജാബും മയക്കുമരുന്നിന്റെയും അടിമകളാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ വൈകുന്നേരമായ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, പേടിക്കണം വാപ്പാ. പെൺകുട്ടികളെ വളർത്തുന്നതിനേക്കാളും ഇന്ന് ഭയം ആൺകുട്ടികളുടെ കാര്യത്തിലാണോ. അല്ലാഹുവേ, പേടിയാടോ. ഒന്നും പറയാൻ പറ്റൂല. സ്വന്തം മക്കളെ ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. സ്വന്തം മകളുടെ കട്ടിലിനടിയിൽ നിന്ന് കാമുകനെ പിടിക്കുന്ന കാലമാടോ. സ്വന്തം മകളുടെ ബെഡ്റൂമിന്റെ കട്ടിലിനടിയിൽ 2 ദിവസം കാമുകൻ കടന്നിട്ട് പോലും പടച്ചവനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധമൊന്ന് ചിന്തിച്ചു നോക്കണോ. സ്വന്തം കൂടെ പറപ്പാ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ഫോൺ വിളിക്കാൻ, പടച്ചവനെ ചാറ്റാനും കറങ്ങാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കൂടെ പറപ്പാടോ. എന്തൊരതാപാടോ. തെറ്റ് കണ്ടാ തിരുത്തേണ്ടവരല്ലേ. ഇതെന്റെ ഇക്കയല്ലേ, ഇതെന്റെ അനിയത്തിയല്ലേ, ഇതെന്റെ സഹോദരനല്ലേ. അവൻ തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കേണ്ട കാലമല്ലേ. പക്ഷേ മറന്നുപോയടോ. എല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ്. പടച്ചവനെ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. തെറ്റ് ചെയ്യാൻ സഹായം ചെയ്തു കൊടുക്കുന്നത് കൂടപ്പറപ്പ് തന്നെയാണ്. വല്ലാതെ പേടിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലമാണോ. ഫോൺ
കൊടുത്തതാ ഫോൺ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്, കടക്കാൻ വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. പടച്ചവരേ ഞങ്ങളുടെ മക്കളിലൂടെ കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ അല്ലാ. റഹ്മാനായ അല്ലാ, മരിച്ചു ഖബറിൽ കിടക്കുമ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്നറിയുമല്ലോ? ഖബർസ്ഥാനിന് സ്ഥലം വാങ്ങാനാ സഹോദരാ. മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടിയാണ്. പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ലാഭം നിങ്ങൾക്കാടോ? ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹ് ആവശ്യമില്ലടോ. അള്ളാഹുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകൂ. എന്താണ് പ്രതിഫലമെന്നറിയോ? ആണുങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും അൽഹംദുലില്ലാഹ് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, മാറാ രോഗങ്ങളെ കരിച്ചു കളയുകയാണ്. ഇന്ന് വഴുതിന് വന്നപ്പോ ഏറ്റവും സങ്കടം എന്തെന്നറിയോ? എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയടോ. വണ്ടിയിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു കുഞ്ഞിനെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പൊന്നുമോളെ കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ തന്നെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഉസ്താദേ കണ്ണിലെ ക്യാൻസറാ, കണ്ണിന് ട്യൂമറാണെന്ന് പറയുകയാണ്. ആ മോൾ എന്നെ ഒന്ന് നോക്കി ചിരിച്ചടോ. അല്ലാഹുവേ ഉപ്പാട തോളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കുഞ്ഞു മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഈ ശഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നു കുഞ്ഞിനോട് കരുണ കാണിക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ. ഉസ്താദേ ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ, സങ്കടം പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ വാപ്പാ, അമ്മമാരേ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ ഉമ്മാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുത്തുനബി പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. അവരുടെ രോഗങ്ങളെ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാ. മോനെ ഡോക്ടറെ കാണണമെങ്കിൽ 300-500 ഫീസാടാ പോരെ. ബക്കറ്റ് നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ പടച്ചവനോട് പറയണം, എന്റെ ശരീരത്തിൽ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ റഹ്മാനായ അല്ലാഹ് ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. പനിയാക്കി മാറ്റണേ അല്ലാഹ്. യബ്ദു ബലസറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്തോ അർഹമുർ റഹീമായ അല്ലാഹ്. മനസ്സു നൽകണേ അല്ലാഹ്.
മനസ്സു നൽകണേ അല്ലാ. അതുകൊണ്ട് പടച്ചവന് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുക്കണോ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്കൂ, ഒരിക്കലും നഷ്ടമാകില്ല. ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. ഇതുപോലൊരവസരം കിട്ടണമെന്നില്ല. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോണ ആരാ? ബക്കറ്റ് കൊണ്ടുപോണ ആളാരാ? ബക്കറ്റ് കൊണ്ടുപോണ ചങ്ങായിമാരാരാ? ഇവര് വലിയ ഗൂഢാലോചന നടത്തും. ഒന്ന് വിളിക്കറോ? ആരും വരണ്ടപ്പ നോക്കാന്. ബക്കറ്റ് കൊണ്ടുപോകുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം നാണം പാടില്ല. നിന്റെ പെങ്ങളെ കെട്ടിക്കാനാണോ പോന്നെ? അല്ല. ഈ ബക്കറ്റ് കൊണ്ടുപോകുന്ന മനുഷ്യന് സ്വർഗം കിട്ടും. സമാധാനത്തിൽ എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് വേടിച്ചോ. ഈ ബക്കറ്റ് പിരിവ് കാരണം നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഒരു ധൃതിയും വേണ്ട, ധൈര്യമായിട്ട് പൊക്കോളി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം അതിനകത്തിട്ടോ, മനസ്സിൽ നിയ്യത്ത് കരുതിക്കോ. അല്ലാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നിൽക്കണ സഹോദരങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞ കസേര കിടക്കുന്നുണ്ട് മക്കളെ. സംഘാടകർ ആ ഒഴിഞ്ഞ കസേര കുട്ടികൾക്ക് എടുത്തിട്ടുകൂടി. ഇൻഷാ അല്ലാഹ്. അവരങ്ങോട്ട് കയറി ഇരുന്നില്ലെങ്കിലും ആ ഒഴിവുള്ള കസേര ഒന്നെടുത്ത് പുറത്തിട്ടാൽ മതി. സംഘാടകരെടുത്ത മക്കൾ കൊണ്ടു കൊടുക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബിയുടെ മക്കള് കൊണ്ടുപോയി തന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കി. ആ കസേര ഒന്ന് പറക്കി വിട്ടെ. ഒന്നെടുത്തപ്പോ സംഘാടകരൊന്നെടുത്ത് ആ കസേര ഒന്ന് അങ്ങോട്ട് വിട്ടെ. ഇൻഷാ അല്ലാഹ്. ഒഴിവുള്ള കസേര, കാല് വെക്കണ്ട. ചിലര് കാല് വെച്ചിട്ടുണ്ട്, അതങ്ങ് വിട്ടേരപ്പ. ഇത്രയും പേര് നിൽക്കുകയല്ലേ. കരുണ കാണിക്ക്. റഹമു മിൻ ഫിൽ അർളി റഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്ക്. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കും. അല്ലാഹു നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. ആ കസേര ഒന്ന് പറക്കി കൊടുത്തേപ്പാ. സംഘാടകരെന്താ ആ കസേര ഒന്ന് പറക്കി കൊടുത്തേരും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഒഴിവുള്ള കസേര ഒന്ന് പറക്കിയ പുറകെ നിൽക്കണ ചങ്ങായിമാർ ഓരോന്നെടുത്തോടെ മക്കളെ. ഈ കസേര അങ്ങ് പുറകിലോട്ട് കൊടുത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാക്കൂബ് നബിയുടെ മക്കൾ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പുറപ്പിനെ കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇവിടെ വാപ്പാന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫിനെ കാണാനില്ല വാപ്പാ. ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. ആകെ കിട്ടിയത് ഈ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാക്കൂബ് നബിക്ക് അറിയാം തന്റെ മകൻ മരിച്ചില്ല എന്ന്. യാക്കൂബ് നബിയുടെ മുമ്പില് മക്കള് വന്നിട്ട് പറഞ്ഞു, യൂസുഫിനെ കാണാനില്ല. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് കാവലിരുത്തിയത് ഓനെ കാണാനില്ല, ചെന്നായ പിടിച്ചുകൊണ്ട് പോയി. ആകെ ഉള്ളത് ഈ തുണി മാത്രമേ ഉള്ളൂ. യാക്കൂബ് നബിയുടെ മുമ്പിൽ യൂസുഫിന്റെ കമീസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ യാക്കൂബ് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി, ചെന്നായ നല്ല ബുദ്ധിയുള്ള ചെന്നായിയാണെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം. ചെന്നായക്ക് നല്ല ബുദ്ധിയാ. യാക്കൂബ് നബി പറഞ്ഞ മറുപടി, ചെന്നായിക്ക് നല്ല ബുദ്ധിയാണെന്ന്. കാരണം എന്തേ? ബഡൻസ് ഒന്നും പോയിട്ടില്ല. അൽഹംദുലില്ലാഹ്. വാപ്പ പറയാ ബഡൻസ് ഒന്നും പോയിട്ടില്ല. അപ്പൊ നല്ല ബഡൻസ് പോലും പൊട്ടിക്കാതെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള നല്ല ബുദ്ധിയുള്ള ചെന്നായ എന്റെ യൂസുഫിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കമീസിലെ ഒറ്റ ബഡൻസ് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇത് ഊരിയെടുത്തിട്ട് അത് എള്ളിട്ടെ. യാക്കൂബ് നബിക്ക് മനസ്സിലായിരുന്നു
അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി, തന്റെ മക്കളോട് ശത്രുതയൊന്നുമില്ല, വല്ലാത്ത വരൾച്ചയായി വല്ലാത്ത പ്രയാസമായി നാട് മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ ഒരു രാജാവിനെ കുറിച്ച് കേൾക്കുന്നത്. നല്ല ഒരു രാജാവ്, എല്ലാവരെയും സഹായിക്കുന്ന ഒരു ഭരണാധികാരി. ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് അറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ എപ്പോഴും ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് മക്കളോട് പറയും, പോയിട്ട് യൂസുഫ് ഉണ്ടോ എന്ന് തിരയാൻ. ഈ കൊല്ലാൻ കൊണ്ടുപോയിട്ട മക്കളോട് അവരുടെ തെരഞ്ഞെടുക്കാൻ. അപ്പൊ പറഞ്ഞു, രാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാരും വരുമല്ലോ, നിങ്ങൾ എല്ലാരും അവിടെ പോയി യൂസുഫിനെ തിരയണം, രാജാവിനെ കാണണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു മേടിച്ചുകൊണ്ട് വരണം. അങ്ങനെ വാപ്പ തന്റെ മക്കളെ പറഞ്ഞു വിടുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞു വിടുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശം അറിയണേ ഉപ്പമാരേ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ, ഉമ്മമാര് നല്ലതുപോലെ കേൾക്കണേ. പടച്ചവനെ, വാപ്പയതാ തന്റെ പൊന്നാര മക്കളെ പറഞ്ഞു വിടുകയാണ്. ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ വാപ്പ കൊടുക്കുന്ന ഉപദേശം എന്താ? വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരികാ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മക്കളെ, രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കേറാൻ പാടില്ല. നിങ്ങൾ ഒരേ വാതിലിലൂടെ കടന്നു പോകാൻ പാടില്ല. എല്ലാവരും പല പല വാതിലിലൂടെ കേറി പോകണേ. ഒരു വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് മുഴുവനും വല്ലാത്ത ഗ്ലാമറാ. യൂസുഫ് നബിയുടെ ഗ്ലാമർ അറിയുമല്ലോ. പടച്ചവനെ, സുലൈഖയുടെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിളിന് പകരം കൈവിരൽ പോലും മുറിച്ചു എന്ന ചരിത്രം പറയുന്ന യൂസുഫ് നബിയുടെ ഗ്ലാമർ ചിന്തിക്കടാ ചെറുപ്പക്കാരാ. സ്വർഗത്തിൽ അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്നത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. പടച്ചവരെ, അല്ലാഹുവേ, യൂസുഫ് നബിയുടെ കൂടപ്പിറപ്പുകൾ യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ വല്ലാത്ത ഭംഗിയാണ്. പടച്ചവരെ, 10 എണ്ണം ഇങ്ങനെ നിരന്നു പോയാൽ ഒരു വാപ്പാടെ 10 മക്കൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ കേറിപ്പോയാ എല്ലാവരും നോക്കുമല്ലോ, എല്ലാവരും നോക്കുമല്ലോ. തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടുമല്ലോ. പടച്ചവനെ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് മഖാഫത്തു ഇസ്മാഇൽ ഐർ, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് ഭയപ്പെട്ടിരുന്നു. തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുന്നതിന് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പല പല വാതിലിലൂടെ വേണം കയറി പോകാൻ, ഒരുമിച്ച് പോകാൻ പാടില്ല. ഈ വാലകൾ കാമം നിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പയോട്, പ്രിയപ്പെട്ട ഉമ്മയോട് പലർക്കും വിശ്വാസമില്ലടോ, പലർക്കും ഇന്ന് വിശ്വാസമില്ലടോ. ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്, കണ്ണേറ് സത്യമാണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാക്കൂബ് നബിയുടെ മക്കളെ കാണാൻ നല്ല ഗ്ലാമറ. 10 എണ്ണം ഒരു വാതിലൂടെ ഇങ്ങനെ നിരന്ന് കേറിപ്പോയാ ആരായാലും ഒന്ന് നോക്കും, ആരായാലും ഒന്ന് നോക്കും. അതുകൊണ്ട് തന്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കാൻ മക്കളെ വേറെ വേറെ വാതിലിലൂടെ വേണം കേറിപ്പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. കണ്ണേർ എന്ന് പറയുന്നത് സത്യമാ. നാവ് കണ്ണ് സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.